നമസ്കാരം. ഞാൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. പേര് ജ്യോതിഷ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും പേപ്പർലെസ് ആക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയർ ആണ് കെ-സ്മാർട്ട്. IKM എന്ന സംഘടനയുടെ സപ്പോർട്ട് കൂടിയാണ് ഈ കെ-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മമ്പാട് ഗ്രാമപഞ്ചായത്തിലും കെ-സ്മാർട്ട് ഏപ്രിൽ 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കായി അത് ഏപ്രിൽ 10 മുതൽ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങൾ അവരുടെ അപേക്ഷകൾ നമുക്ക് മൊബൈൽ മുഖേനയോ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങൾ മുഖേനയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനാദ്യമായിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കൊരു ലോഗിൻ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമായി ചെന്ന് ഒറ്റ തവണ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ ഭാവിയിൽ നമുക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ രജിസ്റ്റർ നമ്പർ ഉപയോഗിക്കാം. OTP അധിഷ്ഠിതമായിട്ടാണ് ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പിന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആ വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് കെട്ടിട നികുതി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആ വർഷം മുഴുവൻ നമുക്ക് ആ വർഷത്തെ വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. വീണ്ടും അപേക്ഷ കൊടുത്ത് പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ 9ഓളം സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ സംവിധാനത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. മറ്റ് വകുപ്പുകളുടെ അതായത് ക്ഷേമ പെൻഷനുകളുടെയും ഒക്കെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട പ്രവൃത്തികൾ മാത്രമേ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഏകദേശം ഒരു 30-ാം തീയതി ആകുമ്പോഴും ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ 150-ലധികം സർട്ടിഫിക്കറ്റുകളുണ്ട്. മറ്റു വകുപ്പുകളും എല്ലാം കൂടി ഏകദേശം 200-ഓളം സർട്ടിഫിക്കറ്റുകൾ നമ്മൾക്ക് ലഭിക്കുന്നത് ഇനി ഈ ഒറ്റ സോഫ്റ്റ്വെയറിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഭാവിയിൽ അത് 100% ക്ലിയറായി വരുന്നതായിരിക്കും. പഞ്ചായത്തിൽ അടവാക്കേണ്ട വസ്തുനികുതി അതായത് കെട്ടിട നികുതി കെ-സ്മാർട്ട് വഴി അടവാക്കുന്നവർക്ക് ഏപ്രിൽ 30-ന് മുമ്പ് അടവാക്കുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി പരമാവധി പേരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കും. പൊതുജനങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യുന്നതിനും അതേപോലെ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ ചെന്ന് ചെയ്യുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിന് സമീപം 2 ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ മുഴുവൻ സമയവും ഓഫീസ് സമയം മുഴുവനും അവിടെ ജീവനക്കാരുണ്ടായിരിക്കും. പൊതുജനങ്ങൾ അവരവരുടെ മൊബൈൽ ഫോണുമായി വന്ന് അവർക്ക് വേണ്ട സേവനത്തിനുള്ള അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ അവരെ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ യൂസർ നെയിമും ഒരു നമ്പർ ഉണ്ടാവും, അത് പറഞ്ഞു തരും. പിന്നെ ഭാവി കാര്യങ്ങളിലൊക്കെ അവർ ആ നമ്പർ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ അവർക്ക് അത് ഉപയോഗിച്ച് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി കാര്യങ്ങൾ മിക്കവയും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് അപേക്ഷിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് മൊബൈലിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെയോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സംവിധാനം ആയിട്ടുണ്ട്. 2025 ഏപ്രിൽ 1 മുതൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സേവനം സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കെ-സ്മാർട്ട് സംവിധാനം വിന്യസിച്ചു. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് മമ്പാട് ഗ്രാമപഞ്ചായത്തിലും കെ-സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഈ കെ-സ്മാർട്ട് സംവിധാനം തുടക്കാവുകൊണ്ട് ജനങ്ങൾക്കിത് നേരിട്ട് ഉപയോഗിക്കാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മമ്പാട് ഗ്രാമപഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് ഈ സേവനം നൽകുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി 3 ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൗണ്ടർ 1, കൗണ്ടർ 2, കൗണ്ടർ 3 ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ചു. ഇതിൻ്റെ തുടക്കത്തിൽ ഈ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ട്. എങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും ഇത് വളരെ സുഗമമായിട്ട് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് സേവനം കിട്ടുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.